Good morning. Good morning, all. Good Morning, morning, sir. sir. Morning. Good morning. Good morning, sir. Good Good morning, sir. morning. Morning. Good morning. Good morning. Good morning, all. Good morning, sir. Good morning. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. എല്ലാവരെയും ഈ പ്രോഗ്രാമിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ പ്രോഗ്രാം കേൾക്കണം. Morning, sir. ഉള്ള ഒരു IT കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണക്കാർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 27 വർഷം കഴിഞ്ഞു, 28ാമത്തെ വർഷം റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയുടെ പ്രോഗ്രാം. തീർച്ചയായിട്ടും മൈ സേവിംഗ് ഡോട്ട് ഇൻ മൈ സേവിംഗ് ഡോട്ട് ഇൻ ഈ കമ്പനിയുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ കമ്പനിയുടെ പ്രൊഫൈല് നമുക്കറിയാൻ പറ്റും. അബൌട്ട് us എക്സ്പീരിയൻസ്. ഈ കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. കമ്പനിയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്റഗ്ര ERP എന്നൊരു ബ്രാൻഡ് നെയിമിലാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്റഗ്ര ചെയ്യുന്ന പ്രോഗ്രാം എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനി 2021 നമ്മളിലേക്ക് തന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ബിസിനസ് സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓർ പ്രൊഡക്ട്സ്, സേവ് ആപ്പ്, മൈ പേഴ്സണൽ ആപ്പ്, എന്താണ് ഇത് ഉപയോഗിച്ചാൽ ബെനിഫിറ്റ് എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും. ഇത്രയും സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. ഈ ഒരു കമ്പനി 2021 നമ്മളിലേക്ക് തന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം ഈ ആപ്ലിക്കേഷനിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, 2021 മുതൽ മാർക്കറ്റിൽ ഒരുപാട് പേര് ഉപയോഗിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഇതിൽ പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, അസറ്റ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, ടാസ്ക്, ഡയറി, ഡ്രീം, മൊബൈൽ റീചാർജ്, DTH റീചാർജ്, ബിൽ പേയ്മെന്റ്, വിസിറ്റിംഗ് കാർഡ്, വെബ്സൈറ്റ് ലിങ്ക്, എമർജൻസി നമ്പർ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ. ഈ ആപ്ലിക്കേഷൻ കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യും. നമുക്ക് മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഡ്രീം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതിങ്ങനെ ഓരോന്നും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ട്യൂട്ടോറിയൽ ഇതേപോലെ ഓപ്പൺ ആകും. ഇത് നമുക്ക് വായിച്ചു നോക്കിക്കൊണ്ട് ഓരോ ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ഇംഗ്ലീഷ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മലയാളത്തിലോ ഇംഗ്ലീഷോ ഹിന്ദി അറബി തെലുങ്ക് കന്നഡ ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും ഏജുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളും നമ്മുടെ ഫാമിലി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ റീചാർജ് ഉണ്ട്. ഈ റീചാർജ് ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഏത് നമ്പറാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് ചോദിക്കും ഏതാണ് പ്രൊവൈഡർ, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാക്കേജും ഇവിടെ ഓപ്പൺ ആകും. ഇതിൽ ഏത് പാക്കേജാണ് വേണ്ടത് അതിമ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ മൊബൈലിലുള്ള UPI ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആകും. ഇവിടെ UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിങ്ങൾ ഏതെല്ലാം UPI ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അങ്ങനെ പല ആപ്ലിക്കേഷനും ഇല്ലേ, അതെല്ലാം ഓപ്പൺ ആകും. അതിമൊന്ന് ടച്ച് ചെയ്യുക, താഴത്ത് നോക്കിയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് അയച്ചു കൊടുക്കുക, റീചാർജ് ആകും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് റീചാർജ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇവിടെ നമുക്ക് ഒരു അധിക ചാർജ് ഒന്നും കൊടുക്കേണ്ട. സാധാരണ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ സർവീസ് ചാർജ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യേണ്ടത് അതിന്റെ കാശ് മാത്രം കൊടുത്താൽ മതി. അതുകൂടാതെ ക്യാഷ് ബാക്കും കിട്ടും. അതുകൂടാതെ നമുക്ക് അതിലൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്കൊക്കെ ഈ ഒരു പ്രോഗ്രാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് വരുമാനവും വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇതിൽ നമുക്ക് DTH റീചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു 24ഓളം സർവീസുകൾ അധികം വൈകാതെ നമ്മളിലേക്ക് എത്തും. ഇനി ഇതിൽ എത്രപോലും റീചാർജുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാം റീചാർജ് റിപ്പോർട്ട്. ഇതിലിപ്പോ ഞാൻ എന്റെ ഫാമിലിയുടെ ഒക്കെ റീചാർജ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പൈസ പോലും അധിക ചാർജ് കൊടുക്കാതെ റീചാർജ് ചെയ്യാനും ക്യാഷ് ബാക്ക് വാങ്ങിക്കാനും അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അതിലൂടെ ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാ മാസവും നമുക്ക് കിട്ടും. കാരണം എന്താ, റീചാർജ് എല്ലാ മാസവും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാനിപ്പോ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രയും റീചാർജ് ഞാൻ എന്റെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്തതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നത് ഉണ്ട്. നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ മോർ ബട്ടൺ കാണാം. ആ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഷെയർ ബട്ടൺ കാണാം. ഈ ഷെയർ ബട്ടണാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കോപ്പി ചെയ്തോ അല്ലെങ്കിൽ ഷെയർ ചെയ്തോ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ കാണിച്ചതുപോലെ ഈ ആപ്ലിക്കേഷൻ അവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പൊ റീചാർജിലൂടെ തന്നെ എത്രത്തോളം നമ്മളിലേക്ക് വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കാണിച്ച് ഞാൻ നെക്സ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഓക്കെ. നമ്മുടെ ബിസിനസ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിപ്പോർട്ട് കാണാം. റിപ്പോർട്ട്, ഓക്കെ. റിപ്പോർട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും റീചാർജിന്റെ ബെനിഫിറ്റ് കാണാം നമുക്ക്. അപ്പോ ഈ റീചാർജ് ലെവൽ ബെനിഫിറ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് റീചാർജ് ജനറേഷൻ റിപ്പോർട്ട്. നമ്മള് ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ നമ്മൾ ആര് റീചാർജ് ചെയ്യുമ്പോഴും നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആര് റീചാർജ് ചെയ്താലും
1 രൂപ 50 പൈസ 10 പൈസ 20 പൈസ ആയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനമെങ്കിൽ നമുക്കത് വാങ്ങിച്ചെടുത്തൂടെ? ഇപ്പൊ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പണമാണ് ഈ കാണിക്കുന്നത്. റീചാർജിലൂടെ മാത്രം കിട്ടുന്ന ബെനിഫിറ്റ്. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. ഇവിടെ ഒരാൾക്കും ഒരു സാമ്പത്തിക ഇടപാട് അതല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഇട്ട് കാശ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അല്ല നിങ്ങൾ കേൾക്കുന്നത്. തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങളുടെ റെഫർ ലിങ്ക് കൊടുക്കുക. അത് എത്രത്തോളം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും അല്ലെ നമ്മളെല്ലാവരും ചെയ്യേണ്ട പ്രോഗ്രാം. ഇപ്പൊ ഇങ്ങനെ റീചാർജിലൂടെ വരുമാനം കിട്ടുന്നു. ഇനി ഇപ്പൊ നമുക്ക് 2021 മുതൽ ഈ കമ്പനി നമ്മളിലേക്ക് തന്ന ഒരു പ്രോഗ്രാമാണ് ഈ സേവ് ആപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഇത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഇതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൂടാതെ പിന്നീട് കമ്പനി 2025 മെയ് മാസത്തില് നമ്മളിലേക്ക് തന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് കാർട്ട്. ഈ സേവ് കാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിനുള്ളിലേക്ക് തന്നിട്ടുണ്ട് കമ്പനി. ഐ ടി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിന്നാണ്, ഈ ഒരു സേവ് കാർട്ട്, ഈ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ സേവ് ആപ്പ് പ്രോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, എക്സ്പെൻസ് ട്രാക്കർ. അപ്പൊ ഈ ഒരു സേവ് കാർട്ട് 2025 മെയ് മാസം മുതൽ നമ്മളിലേക്ക് കിട്ടിയ ഒരു ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇതിനുള്ളിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് മോർ അടിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള സൈഡിലുള്ളതൊക്കെ കാണാട്ടോ, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. ഓക്കെ, ടീ, കോഫി പൗഡർ, അതേപോലെ തന്നെ ഡ്രിങ്ക്സ്, അതേപോലെ നമുക്ക് നട്ട്സ് ഐറ്റംസ്, ചോക്ലേറ്റ്, മിഠായി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, ഹെൽത്ത് പ്രൊഡക്റ്റ്, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ. എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അത് ആപ്ലിക്കേഷനും കിട്ടും, അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ലേഡീസ് വെയർ 10-14ഓളം അച്ചാറുകളുണ്ട്. കേരള സാരി, പർദ്ദ, സേവ് ആപ്പിന്റെ ടീഷർട്ട്, അതേപോലെ തന്നെ ബുക്ക്ലെറ്റ്, സേവ് ആപ്പ് പ്രൊമോഷൻ കിറ്റ്, ഇമിറ്റേഷൻ ജ്വല്ലറി, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഒരുപാട് തരം നല്ല നല്ല അത്തറുകളുണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിലേക്ക് വരും. ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ സേവ് ആപ്പിന്റെ റെഫർ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ ചെയ്താൽ ഈ സേവ് ആപ്പും ഈ സേവ് കാർട്ടും അവർക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ റീചാർജ് ചെയ്യുമ്പോഴും വരുമാനം കിട്ടും. ഇതിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും, അത് ഐ ടി പ്രൊഡക്റ്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതിലുള്ള മറ്റു പ്രൊഡക്റ്റുകളാണെങ്കിലും വാങ്ങിക്കുമ്പോൾ നമ്മളിലേക്ക് വരുമാനം എത്തും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡെയിലി ബേസിൽ കിട്ടുന്ന വരുമാനം. ഇപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുകയാണ് വാലറ്റ് ബാലൻസ്. ഇപ്പൊ നിങ്ങൾക്ക് അതിൽ കാണാം 4627 രൂപ ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട്. അതിപ്പോ ഇന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ വെരി നെക്സ്റ്റ് ബാങ്ക് ടൈം അക്കൗണ്ടിലേക്ക് വരുന്ന പണമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഇന്ന് ഞാൻ കാണിക്കാം. ഇപ്പോ ഇന്നലെ 27-ാം തീയതി വന്നിട്ടുള്ള എമൗണ്ടുകളാണ് കാണിക്കുന്നത്. ആരൊക്കെയോ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ 3 രൂപ വെച്ച്, അല്ലെ, കണ്ടോളൂ, ലെവൽ ബോണസ് ആയിട്ട് കിട്ടുന്ന കാശുകൾ. ഇങ്ങനെ താഴത്തേക്ക് നീക്കുമ്പോൾ ഇതെല്ലാം 27-ാം തീയതി ഇന്നലത്തെ ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ് 26-ാം തീയതി, ഇതെല്ലാം 26-ാം തീയതി വന്നിട്ടുള്ള 3 രൂപയും 6 രൂപയും 12ഉം 24ഉം നമ്മുടെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനായിട്ടും അതല്ലെങ്കിൽ സേവ് ആപ്പ് പ്രോ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ കഴിഞ്ഞ 8-ാം തീയതി മുതൽ വന്നിട്ടുള്ള സേവ് ആപ്പ് പ്രോ വാങ്ങിക്കുമ്പോഴും ഒക്കെ കയറുന്ന
ജനറേഷൻ, നമ്മുടെ ലെവൽ ഇൻകമാണ്. ഇതെല്ലാം 26-ാം തീയതി. നിങ്ങൾക്ക് സ്ക്രീനിൽ കറക്റ്റ് കാണുന്നുണ്ടാകും ഡേറ്റ് കാര്യങ്ങളൊക്കെ. 24. ഇങ്ങനെ നമ്മൾക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ അവരിൽ നിന്ന് ആരംഭിക്കുന്ന ആളുകൾ ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. നമ്മൾ പ്ലാന് വരുമ്പോൾ സംസാരിക്കുമ്പോൾ അറിയാം, 500 രൂപ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് വരുമാനം കിട്ടുന്ന ടൈമിൽ. അപ്പൊ അങ്ങനെ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും 22-ാം തീയതി എത്തിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന ടൈമിൽ, സേവ് ആപ്പ് പ്രോ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരാളിൽ നിന്ന്, ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് 100 രൂപ വെച്ച് കിട്ടും. ഇവിടെ വിഡ്രോവൽ ചെയ്ത എമൗണ്ടുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, 1500 വെച്ച് കിട്ടുന്നത് ഇവിടെ കാണാൻ പറ്റും. ഈ 1500 കിട്ടുന്നത് എങ്ങനെയാണ് എന്നെല്ലാം വളരെ ക്ലിയർ ചെയ്ത് സംസാരിക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന 500 എങ്ങനെയൊക്കെയാണ്? പ്ലേ സ്റ്റോറിൽ വെച്ചിരിക്കുന്ന സേവ് ആപ്പ്, സേവ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കി ഈ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമ്മളിലേക്ക് തന്ന ഈ ഒരു അവസരം. ഇതിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ നിൽക്കാനുണ്ട് കേട്ടോ, ഒരുപാട് ടൈം കാണിക്കാനുണ്ട്. ഇത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ഞാൻ സ്പീഡിൽ നീക്കി പോവുകയാണ്. ഇത്രയും, അത് ഡെയിലി ബേസിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. അതിന് നമ്മൾ, ഈ പ്രോഗ്രാം കേൾക്കുന്ന നാം ഓരോരുത്തരും ഒരു തീരുമാനം എടുക്കണം. എന്തെന്നറിയോ? ജീവിതത്തിൽ വിജയിക്കണം, നമുക്ക് നല്ലൊരു ബിസിനസ് വേണം, ആരോടും പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും റീചാർജിലൂടെ കിട്ടുന്ന വരുമാനം കണ്ടു, സേവ് കാർട്ടിലൂടെ കിട്ടുന്ന വരുമാനത്തെ കുറിച്ചും കണ്ടു. ഈ ഒരു സേവ് കാർട്ടില് ഈ കഴിഞ്ഞ 8-ാം തീയതി, അതോ ഡിസംബർ 8-ാം തീയതി നമ്മളിലേക്ക് തന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ് പ്രോ. ഇതാണ് സേവ് ആപ്പ് പ്രോ. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. എക്സ്പെൻസ് ട്രാക്കർ, നമ്മുടെ എക്സ്പെൻസിനെ ട്രാക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നേടിയെടുക്കാൻ പറ്റും. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ഈ കമ്പനിയുടെ സേവ് കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഈ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് ഈ സേവ് ആപ്പ് പ്രോ. ഇത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം നമുക്ക് വരുമാനം കിട്ടും. ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെയും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു പ്രോഗ്രാമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ എമൗണ്ട്, ഈ ഒരു ആപ്ലിക്കേഷന്റെ എമൗണ്ട് 1000+ GST ആണ്. വെറും 1180 രൂപ GST അടക്കം. പറ്റുന്നവരൊക്കെ നോട്ട് ചെയ്യാം. അതേപോലെ ഈ പ്രോഗ്രാം കേൾക്കുന്നവർ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കേൾക്കാനും തയ്യാറാവുക. കേട്ടതിന് ശേഷം നെക്സ്റ്റ് പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. അത് ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിച്ചു, വെറും 1180 രൂപ GST അടക്കം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതുകൂടാതെ വാങ്ങിക്കുന്നവർക്ക് ഈ കമ്പനി സീനിയോറിറ്റി ലെവലില് ആദ്യം ഈ കമ്പനിയിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവരിലേക്ക്
നല്ലൊരു വരുമാനം കമ്പനി കൊടുക്കുകയാണ്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ആപ്ലിക്കേഷൻ ആളുകൾ വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഈ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി മാർക്കറ്റിലേക്ക് തന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മളിലൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതാര് ഉപയോഗിക്കുന്നു, ആരാണ് മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അവരിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർക്കല്ലേ ഇതിന്റെ വരുമാനം കൊടുക്കേണ്ടത്. ഇനി അതല്ല നമ്മളല്ല ചെയ്യുന്നതെങ്കിൽ പല സെലിബ്രിറ്റികളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും കമ്പനി അവരിലേക്ക് വരുമാനം കൊടുക്കേണ്ടേ. എന്നാൽ ഇവിടെ ഈ കമ്പനി ഈ പ്രൊഡക്റ്റിന് വാങ്ങിക്കുന്ന 1000 രൂപ, ഈ 1000 രൂപയിൽ നിന്ന് 800 രൂപയും ഇത് ഉപയോഗിക്കുന്നവർക്കും മാർക്കറ്റ് ചെയ്യുന്നവരിലേക്കും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്പനി ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഈ ഒരു സേവ് പ്രോ നമ്മൾ 1150 രൂപയ്ക്ക് വാങ്ങിച്ചു വന്നിട്ടുണ്ടെങ്കിൽ 3 ടൈമിലായിട്ട് ആദ്യം ഒരു 1000 രൂപ, രണ്ടാമതൊരു 3000 രൂപ, മൂന്നാമതൊരു 20000 രൂപ, 20000 രൂപ കിട്ടുന്ന ടൈം ഒരു 14,157 രൂപയുടെ ഒരു പർച്ചേസ് കൂടി കമ്പനി ചെയ്തു തരുന്നു. ടോട്ടൽ 24,000 രൂപയും ഒരു ഫാമിലി പാക്കേജ് പർച്ചേസും കൂടി കമ്പനി ചെയ്തു തരുന്ന ഒരു സിസ്റ്റമാണ് ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നവർക്ക്. തീർച്ചയായിട്ടും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഈ കമ്പനിയിൽ ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വരുന്ന എല്ലാവരും ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ആകുന്നു. അപ്പൊ സീനിയോറിറ്റിക്കാണ് ഇവിടെ വാല്യൂ. ആദ്യം വരുന്നവരിലേക്കാണ് ഈ വരുമാനം എത്തുന്നത്. എത്രത്തോളം സ്പീഡായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് ആദ്യം ഈ ക്യൂവിൽ നിൽക്കുന്നവരിലേക്ക് ഈ വരുമാനം എത്തും. അതിൽ ഓരോ 4 പേര് വരുന്നതിനനുസരിച്ച് കമ്പനിയിൽ കേട്ടോ, നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതല്ല, ഈ കമ്പനിയില് സോറി, ഓരോ 4 പേര് വരുന്നതിനനുസരിച്ച് ആദ്യം നിൽക്കുന്നവരിലേക്ക് 1000 രൂപ റിലീസാകും. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പൊ 1 മുതൽ ആരംഭിക്കുന്നു. ഇപ്പൊ ഒന്നാമത്തെ ഒരാള് കമ്പനിയിലുണ്ടാകും. ആ വ്യക്തി വന്നതിന് ശേഷം 4 പേര് വന്നു. 4 പേര് വന്ന് ഈ സേവ പ്രോ വാങ്ങിച്ചപ്പോ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യക്തിക്ക് 1000 രൂപ റിലീസ് ചെയ്യും. വീണ്ടും 4 പേര് വരുമ്പോ തൊട്ട് മുകളിൽ നിന്ന് താഴത്താരാണ് നിൽക്കുന്നത് അവരിലേക്ക് 1000 രൂപ. വീണ്ടും 4 പേര് വരുമ്പോ അടുത്ത ആൾക്ക് 1000 രൂപ. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഓരോ 4 പേര് വരുന്നതിനനുസരിച്ച് ആദ്യം ആരാണോ ഈ പ്രോഗ്രാമിൽ സീനിയോറിറ്റിയിൽ വന്ന് നിൽക്കുന്നത് അവരിലേക്ക് അങ്ങ് റിലീസ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് കിട്ടുന്ന 1000. രണ്ടാമത് കമ്പനി ചെയ്യുന്നത് 1000 കിട്ടിയ 8 പേര് വരുമ്പോ ഒരാൾക്ക് 3000 രൂപ കൊടുക്കും. 1000 കിട്ടിയ 8 പേര് വരുന്ന സമയത്ത് 3000 രൂപ കൊടുക്കുന്നു. വീണ്ടും അടുത്തത് ഇങ്ങനെ ഓരോ 8 പേര് വരുമ്പോഴും ഒരാൾക്ക് ഇങ്ങനെ 3000 റിലീസാകും. ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ വന്ന ഒരുപാട് പേര് ഈ പറഞ്ഞ 1000 രൂപയും ഈ പറഞ്ഞ 3000 രൂപ ഒക്കെ വാങ്ങിച്ചവരുണ്ട്. നിങ്ങൾ ഡെയിലി ഗ്രൂപ്പുകളിൽ കാണുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ 3000 കിട്ടുന്ന സ്റ്റെപ്പ്. മൂന്നാമത് 16ന്റെ ബ്ലോക്ക്. 3000 കിട്ടിയ 16 പേര് വരുമ്പോ ആദ്യം വന്ന് നിൽക്കുന്നവരിലേക്ക് 20,000 രൂപ റിലീസാകും. 20,000 രൂപ കിട്ടുന്ന ടൈമില് അവർക്ക് ഒരു 14,157 രൂപയുടെ വീണ്ടും ഒരു പർച്ചേസ് കമ്പനി ചെയ്തു കൊടുക്കും. അതിലൂടെ ഒരു 3,12,000 രൂപയോളം നോൺ വർക്കിംഗ് ഇൻകം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വന്നാൽ പോലും സീനിയോറിറ്റി ലെവലിൽ കിട്ടുന്ന ഒരു നോൺ വർക്കിംഗ് ഇൻകം. തീർച്ചയായിട്ടും വെറും 1000 രൂപയുടെ പ്രോഗ്രാം ആയതുകൊണ്ട് ഈ കമ്പനിയുടെ പ്രൊഫൈലും ഈ പ്രോഗ്രാമും ഈ സിസ്റ്റവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരും. അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്
സാമ്പത്തിക അച്ചടക്കവും അതിലൂടെ ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം. ഇത് നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ മാക്സിമം ഒരാൾക്ക് ഓൺ ടൈം 10 വാങ്ങിക്കാൻ പറ്റും. 10 ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. ഈ 10 ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 10 ഇൻറ്റു 1000, 10 ഇൻറ്റു 3000, 10 ഇൻറ്റു 20,000, 10 ഫാമിലി പാക്കേജ് പർച്ചേസ് ചെയ്ത് കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. അഥവാ 10 ഇൻറ്റു 1000, 10 ഇൻറ്റു 3000, 10 ഇൻറ്റു 20,000 എന്ന് പറയുമ്പോൾ 2,40,000 രൂപ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ വർക്ക് ചെയ്യാതെ കിട്ടുന്ന ഒരു ഇൻകമാണ്. സീനിയോറിറ്റി ലെവലിൽ കിട്ടുന്ന ഒരു ഇൻകം. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പലരും 2 എടുത്തവരും 5, 10 എടുത്തവരൊക്കെ ഉണ്ട്. അവരിലേക്കൊക്കെ സീനിയോറിറ്റി ലെവലിൽ ഈ പറഞ്ഞ വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഡിസംബർ 8 ഈ പ്രോഗ്രാം തുടങ്ങിയത്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ സേവ പ്രോ രാത്രി 9 മണിക്ക് നമ്മുടെ കൈകളിൽ കിട്ടിയത്. വെറും 10 ദിവസം ആളുകൾക്ക് ഇതില് സീനിയോറിറ്റിക്ക് പർച്ചേസ് ആരംഭിച്ചു. ഈ കഴിഞ്ഞ ദിവസമാണ് കേരള തൃശ്ശൂരിൽ 120 ആളുകൾക്ക് മുകളിൽ പങ്കെടുത്തൊരു പ്രോഗ്രാമിൽ സേവ പ്രോ ലോഞ്ച് ചെയ്തത്. തീർച്ചയായിട്ടും ഈ വരുന്ന 24-ാം തീയതി 2026 ജനുവരി 24-ാം തീയതി ശനിയാഴ്ച 300 എബോ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം, ഈ കമ്പനിയുടെ MDയും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്. നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളുകളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ 10 ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2,40,000 രൂപ പ്ലസ് 10 ഫാമിലി പാക്കേജ് കിട്ടുമെങ്കിൽ നമുക്ക് ആകെ വരുന്ന എമൗണ്ട് എത്രയാ? 10 ഇൻറ്റു 1180, വെറും 11,800 രൂപ. ഈ 11,800 രൂപയ്ക്ക് ഇത്രയും വരുമാനം കിട്ടുമെങ്കിൽ 10 സേവ പ്രോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് റീറ്റെയിൽ ചെയ്യാനും പറ്റും. റീറ്റെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ നമുക്കത് റീറ്റെയിൽ ചെയ്യാം? ഇപ്പോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത നമ്മുടെ ബിസിനസ് സൈറ്റ് എടുക്കുക. ബിസിനസ് സൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൈ സേവ് കാർട്ട്. മൈ സേവ് കാർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം സേവ പ്രോ യൂസേഴ്സ് എന്ന് കാണാം. യൂസർ ആയിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നിങ്ങളിൽ ഒരാൾക്ക് ബിസിനസ് താല്പര്യമില്ല, നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് വരുമാനമൊന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സാമ്പത്തിക അച്ചടക്കം എല്ലാവർക്കും വേണം അല്ലേ? നമ്മുടെ ഫാമിലിയുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ വേണം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ പേര് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് കണ്ടോ, ഫർഹാന, ഓക്കെ, എൻ്റെ സിസ്റ്ററാണ്. അപ്പൊ അവൾക്ക് ബിസിനസ്സിനോട് താല്പര്യമില്ല എന്ന് കൂട്ടിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അവൾക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പൊ പേര് കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, ഓട്ടോമാറ്റിക് ഇവിടെ പാസ്വേഡ് എന്ത് ചെയ്യും? ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ആ ഗ്രീൻ കളറിൽ കാണുന്ന ക്രിയേറ്റ് യൂസർ അതിൽ വന്നങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, സക്സസ്ഫുൾ ആയി. ഇനി അവൾക്ക് വിളിച്ചിട്ട് എന്ത് പറഞ്ഞാൽ മതി? അവളുടെ ഫോൺ നമ്പറും ഈ പാസ്വേഡ് ഇതിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഇപ്പൊ സ്ക്രീൻഷോട്ട് ഇത് എടുത്തില്ലേ, ഇവിടെ താഴത്ത് വന്നിട്ടുണ്ടാവും. കണ്ടോ, പേര് വന്നു, അവളുടെ ഫോൺ നമ്പർ വന്നു, ഈ പാസ്വേഡും. ഇത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയാ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ യൂസ് ചെയ്തോ. ഇത് നമുക്ക് റീറ്റെയിൽ ചെയ്ത് കാശ് വാങ്ങിക്കാം. നമുക്ക് മാക്സിമം ഇത് ഈ ഒരു ആപ്ലിക്കേഷന്റെ എമൗണ്ട് 2,000 രൂപയാണ്. നമുക്ക് കിട്ടുന്നത് 1000 പ്ലസ് GST ആണ്. കസ്റ്റമർക്ക് നമുക്ക് 2,000 പ്ലസ് GSTക്കോ 2,000-നോ 1,500-നോ ഒക്കെ കൊടുക്കാം. അപ്പൊ മാക്സിമം നമ്മൾ 10 വാങ്ങിച്ചാൽ റീറ്റെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് റീറ്റെയിൽ ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാം. അങ്ങനെ വീണ്ടും വീണ്ടും വാങ്ങിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വരുമാനം കിട്ടും. ഇത് നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് റീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അവർക്ക് അതിൽ വരുമാനം കിട്ടില്ല. ഇത് ആരാണോ വാങ്ങിച്ച് അവരിലേക്കാണ് ഈ വരുമാനം കിട്ടുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് വീണ്ടും വീണ്ടും ഇത് റീറ്റെയിൽ ചെയ്ത്
ഈ ഒരു പ്രോഗ്രാമിൽ വീണ്ടും വീണ്ടും പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് പരിധിയില്ലാത്ത വരുമാനം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇപ്പോ ഇത് വാങ്ങിച്ചവർക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിനി മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് നമ്മൾക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് എത്ര പേരോട് വേണമെങ്കിലും പറയാം. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന ആളുകളെ കൊണ്ട് ഒരെണ്ണം വാങ്ങിപ്പിക്കാം, രണ്ടെണ്ണം പറ്റുന്നവരെ കൊണ്ട് രണ്ടെണ്ണം വാങ്ങിപ്പിക്കാം, 5 എണ്ണം 10 എണ്ണം ഒക്കെ വാങ്ങിപ്പിക്കാം. ഈ ബിസിനസ്സിലേക്ക് വരാനും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് 100 രൂപ കമ്മീഷൻ കിട്ടും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ 100 രൂപ എനിക്ക് കമ്മീഷൻ കിട്ടും. നിങ്ങൾ 2 എണ്ണം ആണെങ്കിൽ 200 രൂപ വെച്ച് എനിക്ക് കമ്മീഷൻ കിട്ടി. നിങ്ങൾ ഓരോരുത്തരും 10 എണ്ണം വാങ്ങിച്ചാൽ 10 × 100 1000 രൂപ എന്റെ വരുമാനമാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പറയുന്നവരെ കൊണ്ട് 10 എണ്ണൊക്കെ വെച്ച് വാങ്ങിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോയതുപോലെ മൈ സേവ് കാർട്ട് എടുക്കുക. മൈ സേവ് കാർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് കാർട്ട് റഫറൽ ബോണസ് എന്ന് കാണാം. സേവ് കാർട്ട് റഫറൽ ബോണസ്. ഇപ്പൊ ഇതിൽ എത്രത്തോളം റഫൽ ചെയ്ത് വരുമാനം കിട്ടിയത് നിങ്ങൾക്ക് കാണാം. ഇപ്പോ 27-ാം തീയതി 300, അതോ ഡയറക്റ്റ് 3 എണ്ണം കൊടുത്ത് 300 രൂപ കിട്ടി. 26-ാം തീയതി 200 രൂപ, അതോ 2 എണ്ണം കൊടുത്ത് 200 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ 4, 10 ഒക്കെ കാണുന്നത് ചോക്ലേറ്റ് മിഠായി ഒക്കെ വാങ്ങിച്ചതിന്റെ കാശാണ് റഫറലായിട്ട്. പിന്നെ 24-ാം തീയതി ഒരെണ്ണം കൊടുത്തു. 24-ാം തീയതി വേറൊരാൾക്ക് കൊടുത്തു 2 എണ്ണം, അപ്പൊ അതിന്റെ 200. 24-ാം തീയതി തന്നെ ഒരാൾക്ക് 10 എണ്ണം കൊടുത്തു, അതിന്റെ 1000 ആണ്. 23-ാം തീയതി ഒരാൾക്ക് 4 എണ്ണം കൊടുത്തപ്പോ അതിന്റെ 400. 23-ാം തീയതി ഒരാൾക്ക് 10 എണ്ണം കൊടുത്തപ്പോ അതിന്റെ 1000. ഇങ്ങനെ കിട്ടിയ വരുമാനമാണ് ഈ 100 രൂപ വെച്ച്. ഇനി പേജ് 2 പോയാൽ അതും കാണാം. കണ്ടോ? 10 എണ്ണം വെച്ചും 9 എണ്ണം വെച്ചും 2ഉം 3ഉം വെച്ചതിന്റെ റഫറൽ ബോണസ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇതുവരെ ഉണ്ട്. നമുക്കറിയാം അല്ലെ, 8-ാം തീയതിയാണ് തുടങ്ങിയത്. 9-ാം തീയതി മുതലുള്ള കറക്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ വേറെ കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കുന്നു × 100, എത്ര പേര് അവർ എത്ര എണ്ണം വാങ്ങിക്കുന്നു × 100 വെച്ച് റഫറൽ കമ്മീഷൻ കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഇൻകം. രണ്ടാമത് ലെവൽ ഇൻകം. ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാം ലെവൽ ബോണസ് ആയിട്ട് സേവ് കാർട്ടില് ലെവൽ ബോണസ് നോക്കിയാൽ മതി. മൈ സേവ് കാർട്ട് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സേവ് കാർട്ട് ലെവൽ ഇൻകം ഇതാണ്. ജനറേഷൻ, അത് 20 ലെവൽ. ഈ G1 എന്ന് പറയുന്നത് ജനറേഷൻ 1. ഇങ്ങനെ 20 ലെവൽ ഉണ്ട്. ഇവിടെ പേജ് 1 10 വരെ കാണിക്കും, പിന്നെ അടുത്ത പേജ് എടുത്ത 20 കാണിക്കും. കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് ലെവലിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഇപ്പോ ഒരു 4, 5, 10 പേർക്ക് കൊടുത്തു, അവരും ഇതേപോലെ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ 20 ജനറേഷനിൽ നിന്നും നമുക്ക് ലെവൽ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, നമുക്ക് പരിധിയില്ലാതെ ലെവൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അപ്പോൾ രണ്ടാമത്തെ ഇൻകത്തെ കുറിച്ച് മനസ്സിലാക്കി. മൂന്നാമത് നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ഒരാൾക്ക് കൊടുത്താൽ നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്ക് ആദ്യം നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് കിട്ടുന്ന 1000 രൂപയില്ലേ, ആ 1000 രൂപ കിട്ടുന്ന സെയിം ടൈം സ്പോൺസർക്ക് 500 രൂപയും കിട്ടും. 500 രൂപ. നമ്മൾ അങ്ങനെ എത്ര പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തു, ഈ പ്രോഗ്രാം കൊടുത്തു, അവർക്കൊക്കെ ആദ്യത്തെ 1000 രൂപ കിട്ടുന്ന ടൈമില് അതേ സെയിം ടൈം 500 രൂപ റഫർ ചെയ്ത വ്യക്തിക്ക് സ്പോൺസർക്ക് കിട്ടുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഇത്. ഇനി നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്ക് 3000 രൂപ കിട്ടുമ്പോൾ സെയിം ടൈം 1500 രൂപ സ്പോൺസർക്ക് കിട്ടും. നമ്മൾ എത്രത്തോളം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ 3000 രൂപ കിട്ടുന്ന ടൈമിൽ 1500 രൂപ സ്പോൺസർക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്ക് 20,000 രൂപ കിട്ടുന്ന ടൈം
10,000 രൂപ സ്പോൺസർക്ക് കിട്ടും. 10,000 രൂപ. എത്ര നമ്മൾ കൊണ്ടുവന്നവർക്കൊക്കെ 20,000 കിട്ടുമ്പോൾ 10,000 രൂപ നമ്മളിലേക്കും അഥവാ സ്പോൺസറിലേക്കും കിട്ടുന്ന ഒരു പ്രോഗ്രാം. അവർക്കൊക്കെ ഈ ഫാമിലി പാക്കേജ് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന വരുമാനം അതങ്ങ് വേറെയും എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നും കൂടിയും പറയാണ്, നമ്മളിപ്പോ ഒരാളെ ഇൻവൈറ്റ് ചെയ്തു, ആ വ്യക്തിക്ക് ടോട്ടൽ കിട്ടുന്ന 24,000 രൂപയില്ലേ, ആ 24,000 രൂപ അവർക്ക് കിട്ടുമ്പോൾ 12,000 രൂപ സ്പോൺസർക്കും കിട്ടും. നമ്മൾ ആകെ ചെയ്യുന്ന ബിസിനസ് എത്രയാ? വെറും 1000 പ്ലസ് GST 1,180 രൂപയുടെ ഒരു പ്രോഗ്രാം ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന വ്യക്തിക്ക് കൊടുത്താൽ അവർക്ക് 24,000 രൂപ നോൺ വർക്കിംഗ് ഇൻകം, ഇവിടെ സ്പോൺസർക്ക് അതിന്റെ പകുതിയും കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ കേട്ടത്. റഫൽ കമ്മീഷൻ 100 ലെവലിംഗും അതങ്ങ് വേറെയും. ഇത് നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഈ ഒരു അവസരം നമുക്ക് എത്ര ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിജയം. വെറും ഒരു മാസം പോലും ആവാത്ത സീനിയോറിറ്റിയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഈ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നാളുകളിൽ 100 കണക്കിന്, 1000 കണക്കിന്, 10,000 ജനങ്ങള് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ആരോടും പറയാൻ പറ്റുന്ന കമ്പനിയുടെ പ്രൊഫൈലും പ്രൊഡക്റ്റും പ്ലാനും സിസ്റ്റവും ഉണ്ട് നമുക്ക്. നമ്മൾ ഡെയിലി ബേസിൽ എത്രത്തോളം ആളുകളിലോട് പറയാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളിൽ നിന്നും, ഓരോ ആപ്ലിക്കേഷനിൽ നിന്നും 12,000 രൂപ നമ്മളിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റം. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റ് 1000 രൂപ കമ്പനി വാങ്ങിക്കുന്നു. ഈ 1000 രൂപ കമ്പനിയുടെ ബെനിഫിറ്റ് ആണ്. കമ്പനിയുടെ ഒരു പ്രോഗ്രാമിന് വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് ആണത്. അതിനുള്ള സർവീസും അതിനുള്ള പ്രോഗ്രാമും കമ്പനി തരുന്നുണ്ട്. നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ മതി. ഫിസിക്കലായാലും ഡിജിറ്റലായാലും അതിന്റെ പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 1000 രൂപയിൽ നിന്ന് 200 രൂപ എടുത്ത് ബാക്കി 800 രൂപയും കമ്മ്യൂണിറ്റിയിലേക്ക്, മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എങ്കിൽ ഈ 800 രൂപയിൽ നിന്ന് 100 രൂപ റഫൽ കമ്മീഷൻ കൊടുക്കുന്നു. ആരാണോ ഈ പ്രോഗ്രാം ഡയറക്റ്റ് ഒരാളിലേക്ക് കൊടുക്കുന്നത് അവരിലേക്ക് 100 രൂപ കൊടുക്കുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു 100 രൂപ ഈ സിസ്റ്റം ലെവലിംഗത്തിലേക്ക് മാറ്റുന്നു. പ്ലസ് ഈ കമ്പനിയിൽ കോർ കമ്മിറ്റി മെമ്പേഴ്സിന് ഒരു 10% അതിൽ നിന്ന് മാറ്റിവെക്കുന്നു. അപ്പൊ 200 രൂപ. 200 കമ്പനി, 100 റഫൽ കമ്മീഷൻ, 100 ലെവൽ ബോണസ് ആയിട്ടും കോർ കമ്മിറ്റി മെമ്പേഴ്സിന് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട്. ബാക്കി 600 രൂപ. ഈ 600 രൂപയിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്ന എമൗണ്ടും ഇത് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന എമൗണ്ടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഓരോ 4 പേര് വരുന്നതിനനുസരിച്ചാണ് 1000 റിലീസാകുന്നത്. ഈ 600 രൂപ വെച്ച് നിങ്ങൾ ഓരോരുത്തരും കണക്ക് കൂട്ടി നോക്കാം, വളരെ ക്ലിയർ ആണ്. 4 പേരിൽ നിന്ന് 600 രൂപ വെച്ച് ഈ പറഞ്ഞ നോൺ വർക്കിംഗ് ഇൻകത്തിലേക്ക് മാറ്റുമ്പോൾ 4 × 600 2,400 രൂപ. ഈ 2,400 രൂപയിൽ നിന്നും 1000 രൂപ ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ചവർക്കും അത് സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് 500 രൂപയും. അപ്പൊ 1000 പ്ലസ് 500 1,500 രൂപ. 2,400 രൂപയാണ് അവിടെ ഉള്ളത്. അപ്പൊ 1,500 കഴിച്ചാൽ ബാക്കി 900 രൂപ. അപ്പൊ ഓരോ 4 പേര് വരുമ്പോഴും 2,400 വരുമ്പോ 1000 പ്ലസ് 500 കൊടുത്താൽ 900 രൂപ അവിടെ ബാക്കിയുണ്ട്. ഈ 900 വെച്ചിട്ടാണ് അടുത്ത 8ന്റെ ബ്ലോക്ക്. 8 പേരിൽ നിന്ന് 900 വെച്ച് അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് 3,000 രൂപയും പ്ലസ് 1,500 രൂപയും, അങ്ങനെ 4,500 കൊടുക്കുന്നു. അതിന്റെ ബാലൻസ് അവിടെ വെക്കുന്നു. ആ ഒരു എമൗണ്ട് എടുത്തിട്ടാണ് 16ന്റെ ബ്ലോക്കിൽ 20,000 രൂപ കൊടുക്കുന്നതും 10,000 രൂപ സ്പോൺസർക്ക് കിട്ടുന്നതും. അങ്ങനെ ആ 30,000 പ്ലസ് 14,157 രൂപ. നിങ്ങൾ ശരിക്കങ്ങ് കണക്ക് കൂട്ടിക്കോളൂ. ഇന്നലെ മിനിയാന്നൊക്കെ പ്രോഗ്രാമിൽ വളരെ വ്യക്തമായിട്ട് ബുക്കും പേനൊക്കെ എടുത്തിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് അങ്ങ് കണക്ക് കൂട്ടിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ കൊടുക്കാൻ പറ്റുന്ന, വളരെ ജെനുവിൻ ആയിട്ടുള്ള, എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. ആദ്യം ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്ന ആ ഒരു
ആളുകളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വെറും തുടക്കം മാത്രം. ഇത് കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ യു പിയിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാവരിലേക്കും എത്താൻ പോകുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു തുടക്കം മാത്രം. ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യും. ഡെയിലി ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യും. ഒരാളിൽ നിന്ന് ഇത്രയും വരുമാനം, ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഇത്രയും വരുമാനം വാങ്ങിക്കുന്നവർക്കും ഇത് കൊടുക്കുന്നവർക്കും കിട്ടുമെങ്കിൽ ഡയറക്റ്റ് എത്രത്തോളം ആളുകളിലേക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനം ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന് മുതൽ പ്ലാൻ ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ഇത് ഏറ്റെടുക്കുക എന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി നമ്മളിലേക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു 10-20 ദിവസം കൊണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത ഒരു പ്ലാറ്റ്ഫോം. നിങ്ങൾക്കറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പുകളിലും നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ നിങ്ങളോട് എത്രത്തോളം സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഇതാണ് പ്രോഗ്രാം. ഇത് വെറും ഒരു സേവ് ആപ്പ് പ്രോയിലൂടെ കിട്ടുന്ന വരുമാനം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ കമ്പനിയിൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് സേവ് ആപ്പിന്റെ മാർക്കറ്റിംഗ്, സേവ് ആപ്പ് പോപ്പുലർ, അതിന്റെ മാർക്കറ്റിംഗ് അതങ്ങ് വേറെയുണ്ട്. അതിലൂടെ കിട്ടുന്ന ഇൻകം വളരെ വളരെ വലുതാണ്. അതെല്ലാം നിങ്ങൾ ഓരോരുത്തരും എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചറിയാനും പഠിക്കാനും ഒക്കെ ഡെയിലി നടക്കുന്ന 3 നേരം നടക്കുന്ന സൂം മീറ്റിംഗ് ശരിക്കും അങ്ങ് ഉപയോഗപ്പെടുത്തിയാൽ മതി. പങ്കെടുക്കുക, പങ്കെടുപ്പിക്കുക. എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ഇന്ന് കാലത്ത് 11 മണിക്ക് സെയിം സൂം മീറ്റിംഗ് ലിങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ടീം എല്ലാവരും പങ്കെടുക്കുക. ഒരുപാട് ആളുകളിലേക്ക് സൂം മീറ്റിംഗ് ലിങ്ക് അയച്ചു കൊടുത്ത് പുതിയ പുതിയ ആളുകളെയും പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. കാരണം ഈ ഒരു അവസരം എല്ലാവരിലേക്കും ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്തരം സൂം മീറ്റിങ്ങുകൾ. അതേപോലെ ഫിസിക്കൽ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഓരോ പ്രോഗ്രാമിലും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ഒരു വരുമാനം ആഗ്രഹിക്കുന്നു, ബിസിനസ് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. അതങ്ങ് ഡിജിറ്റൽ ആയാലും ശരി, ഫിസിക്കൽ ആയാലും ശരി, നിങ്ങൾ തയ്യാറാവണം. ഇന്ന് എല്ലാവരിലേക്കും ഇന്ന് 99% ആളുകൾക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സാമ്പത്തിക അച്ചടക്കം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ലേ ഫിനാൻഷ്യൽ ഫ്രീഡം? എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നില്ല? നമ്മൾ കുറെ മോട്ടിവേഷൻ ക്ലാസ്സും കുറെ വീഡിയോസ് ഒക്കെ കാണും, അല്ലെ? അതേപോലെ നമ്മൾ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, നമ്മൾ എത്ര വലിയ ബിസിനസ് മൈൻഡ് ഉണ്ടായാലും അത് മാത്രം പോരാ. ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ എങ്കിൽ സാമ്പത്തിക അച്ചടക്കം വേണം. അത് നമ്മൾ ഒരു ഫോളോ അപ്പിലൂടെ ജനങ്ങളിലേക്ക്, ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്പനി നമ്മളിലേക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതെല്ലാവരിലേക്കും എത്തിക്കുക ഒരു ഫോളോ അപ്പിലൂടെ. അതങ്ങ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന വരുമാനം അത് കറക്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക. ഇത്ര മാത്രമാണ് ഇന്ന് സംസാരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇന്ന് 11 മണിക്കുള്ള മീറ്റിംഗിൽ കാണാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആയിട്ടില്ലെങ്കിൽ അടുത്തടുത്ത പ്രോഗ്രാമുകൾ പങ്കെടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു മിനിറ്റ് പോലും ഇതിനെക്കുറിച്ച് നിങ്ങൾ ടൈം കളയരുത്. കാരണം അത്രയും ഇതിന്റെ സീനിയോറിറ്റികൾക്ക് വാല്യൂ ഉണ്ട്. അതിനനുസരിച്ച് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തും. ഇന്ന് ലക്ഷങ്ങൾക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചവർ, ഈ കുറഞ്ഞ ദിവസം കൊണ്ട് വാങ്ങിച്ചവർ, എൻജോയ് ചെയ്തവർ ഈ പ്രോഗ്രാമിലുണ്ട്. അപ്പൊ അത്രയും വലിയൊരു പ്രോഗ്രാമാണ്. ഡെയിലി 1000, 2000, 4000, 5000 ഒക്കെ വിഡ്രോൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോ എനിക്കിപ്പോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇത് വിഡ്രോൾ ചെയ്യാം എന്നുള്ളത് ചോദിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ വരുമാനത്തിന്റെ ഒക്കെ ലിസ്റ്റുകൾ ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് മൈ സേവ് കാർട്ട് വാലറ്റ്, ഈ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ
മൈക്കോ ശ്രദ്ധിക്കൂ കേട്ടോ, ആരും ഓപ്പൺ ചെയ്യരുത്. അഡ്മിൻ ശ്രദ്ധിക്കൂ. ഓക്കെ, ഇപ്പോൾ ഇതില് സേവ് കാർട്ടിൽ നിന്ന് മാത്രം കിട്ടിയ ഒരു വരുമാനമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60,257 രൂപ, 253 രൂപ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 42,450 രൂപ ഇതിൽ വിഡ്രോളും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിസിനസ് ഐഡിയയിൽ. ഇപ്പൊ ഇതില് 4,267 രൂപയുണ്ട്. വളരെ സിമ്പിൾ. സബ്മിറ്റ് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ കൊടുക്കുക. റിക്വസ്റ്റ്, ഇത്രയേ ഉള്ളൂ. റിക്വസ്റ്റ് ആയി. ഇപ്പൊ ഇതിൽ നോക്കിയാൽ കാണാം പണം പോയിട്ടുണ്ടാകും. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് വരും. ഇതാണ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാകും. ഇപ്പൊ സേവ് ആപ്പിന്റെ മാർക്കറ്റിംഗിൽ, അത് സേവ് ആപ്പ് പ്രോ അല്ല, സേവ് ആപ്പിന്റെ മാർക്കറ്റിംഗിൽ കിട്ടിയ ഒരു ഇങ്കാണ് ഈ കാണിക്കുന്നത്. 25 ലാക്ക് ഒരൊറ്റ ബിസിനസ് ഐഡിയയിൽ 25 ലക്ഷം രൂപ. അപ്പോൾ വളരെയധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. കൂടുതൽ അറിയാൻ നിങ്ങൾ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരുമായി കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കമ്പനിയുടെ ഓഫീസ് അപ്പോയിൻമെന്റ് എടുത്ത് വിസിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇരിക്കാൻ തയ്യാറാവുക. കൂടുതൽ അറിയാൻ, കൂടുതൽ പഠിക്കാനൊക്കെ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Okay, sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir.